പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 45 വർഷം സഭാസേവനം, അതിനകത്ത് 17 വർഷം കർത്താവിൻ്റെ ദൈവമഹത്വം അംഗീകരിച്ചതിൻ്റെ പേരിൽ വിപ്രവാസത്തിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ. എന്നിട്ടും അവിടെ നിന്ന് കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവമഹത്വത്തെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള ഉത്ബോധനങ്ങൾ, പഠിപ്പിക്കലുകൾ. അവസാനം ലോകം അംഗീകരിക്കുന്ന വിധത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ സ്വർഗീയ സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാനായിട്ടുള്ള ധൈര്യവും തീക്ഷ്ണതയും കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച ഒരു വിശുദ്ധൻ. അപ്പസ്തോലന്മാർക്ക് ശേഷം ഇത്ര ആധികാരികമായിട്ട് ക്രിസ്തു മതത്തിലെ പരിശുദ്ധ സത്യങ്ങളെ പഠിപ്പിച്ച വേറൊരു വിശുദ്ധനില്ലെന്ന് സഭാചരിത്രം എഴുതി വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വിശുദ്ധ അത്തനേഷ്യസ്. സഭാപാരംഗതനായിട്ടുള്ള വിശുദ്ധ അത്തനേഷ്യസ് മെത്രാനായിരുന്നു, വേദപാരംഗതനായിരുന്നു അദ്ദേഹം. പറഞ്ഞല്ലോ, ഇതിനു വേണ്ടിയിട്ട് മാത്രം, കർത്താവിൻ്റെ പരിശുദ്ധ സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് തൻ്റെ നിയോഗമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരാൾ, ഒന്നിനെയും പേടിക്കാതെ, ഇങ്ങനെ നാടുകടത്തലിനെയോ ജയിലിനെയോ ഭയക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ. ഇത് പറയാതെ പറ്റില്ല നമുക്ക്. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ആദ്യം തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും, ഐ ആം ദ വേ. സത്യം, ഐ ആം ദ ട്രൂത്ത്. ജീവൻ, ഐ ആം ദ ലൈഫ്. വേറെ ആരുമില്ല, എക്സ്ക്ലൂസീവാണിത്. ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് ജീവൻ. അങ്ങനെ പറഞ്ഞ വേറൊരു ഗുരു ഈ ലോകത്തില്ലെന്നേ. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാളെ പറ്റി ഈ ലോകത്തോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാൻ പറ്റില്ല. ഞാനും കൂടെ സത്യമാണ്, ഞാനും കൂടെ വഴിയാണ്, ഞാനും കൂടെ ജീവനാണെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം അതേ ടോണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല വഴികളുണ്ട്, അതിനകത്ത് ഒരു വഴിയാണ് ക്രൈസ്തവ മതം എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തൊരു അബദ്ധ പ്രചാരണങ്ങളാണ്, സിദ്ധാന്തങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് ജീവൻ, ഞാൻ മാത്രമാണ് സത്യമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ മതത്തിലൂടെയും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നു. മതസ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ. മറ്റു മതങ്ങളെക്കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് പോലും നമ്മൾ മിണ്ടുന്നില്ല. പക്ഷെ ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവൻ എന്ന് നമ്മൾ ഈ ഒരാളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് തേടിപ്പോകുന്നത് എന്തിനാണെന്നേ? ഈ ഒരാളാണ് സത്യം, ഈ ഒരാളാണ് ജീവൻ, ഈ ഒരാളാണ് വഴി. പിന്നെ നമുക്ക് മറ്റു വഴികളെക്കുറിച്ചുള്ള ചിന്ത എന്തിനാ? അത്തനേഷ്യസൊക്കെ വിപ്രവാസത്തിലേക്ക് കടത്തപ്പെട്ടതിൻ്റെ കാര്യം ഇതായിരുന്നു. ഇതൊക്കെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലായിരുന്നു. വേറൊരാളെക്കുറിച്ചുള്ള ചിന്തയില്ല എനിക്ക്. കാരണം എൻ്റെ മുൻപിൽ കൃത്യമായിട്ടുള്ള വഴി കിടപ്പുണ്ട്, എൻ്റെ മുൻപിൽ കൃത്യമായിട്ടുള്ള ജീവൻ ആരാണെന്നുള്ള തെളിച്ചമുണ്ട്, എൻ്റെ മുൻപിൽ കൃത്യമായിട്ടുള്ള സത്യം തുറന്നു കിടക്കുന്നുണ്ട്. പിന്നെ എന്തിനാ വേറെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്? വേണ്ട. സ്വർഗമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് കൃത്യമായിട്ട് കർത്താവ് എന്നോട് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിനെക്കുറിച്ചുമുള്ള ചിന്ത ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഈ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം, ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവൻ. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തൊക്കെ വഴികളിലൂടെ നമ്മൾ പോയിട്ടുണ്ടെന്ന്. നമ്മുടെ ഉദ്ദേശമൊക്കെ നല്ലതായിരുന്നു. ചില സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടല്ലോ, ലക്ഷ്യമാണ് മാർഗമല്ല പ്രധാനം എന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് മാർഗത്തിലൂടെയാണെങ്കിലും എത്തിച്ചേരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലാണെങ്കിൽ ആ മാർഗം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നൊക്കെ പറയും. അത് ശരിയല്ല. ഒരു പോകേണ്ട വഴി അത് നല്ല വഴിയായിരിക്കണ്ടേ. അതല്ലാതെ ഏത് വഴിയെ കൂടെ ഇപ്പോൾ പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതിനകത്ത് കോപ്പി അടിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ജയിച്ചു എന്നുള്ളത് കൊണ്ട് കോപ്പിയടി ശരിയാവും? വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണിത്. പോകേണ്ട വഴി കൂടെ തെളിഞ്ഞ വഴിയായിരിക്കണം, ശരിയായ വഴിയായിരിക്കണം, നേരായ വഴിയായിരിക്കണം. ആ വഴിയിലൂടെ അല്ലാതെ ചരിക്കാൻ പാടില്ല. ഞാനാണ് വഴി, ഞാൻ മാത്രമാണ് വഴി, ഞാനാണ് സത്യം. അസത്യങ്ങളും അർദ്ധസത്യങ്ങളും സത്യമാണെന്ന് പറഞ്ഞ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മളിപ്പോൾ.
എന്തൊക്കെ അബദ്ധ സിദ്ധാന്തങ്ങളാണ് നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നത്. ആ സമയത്ത് കർത്താവ് പറയും, ഞാൻ യേശു എന്നുള്ളൊരു വാക്ക് മാത്രം, വേറൊരു സത്യമില്ല. എന്താണ് സത്യം എന്ന് പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുമ്പോൾ ആളും മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ആ സത്യം തന്നെ ആയവൻ ഇങ്ങനെ മനുഷ്യരൂപം പൂണ്ടവൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ പിന്നെ സത്യം എന്താണെന്ന് ചോദിക്കുന്നവനോട് എന്തുത്തരവ് കൊടുക്കണ്ടേ? നമ്മൾ എന്തൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് എന്തിൻ്റെയൊക്കെ പിന്നാലെ അലഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ അബദ്ധ പ്രചാരണങ്ങൾ, അബദ്ധ സിദ്ധാന്തങ്ങൾ, പല പഠനങ്ങൾ, എല്ലാത്തിനും കൊണ്ടുപോയി നമ്മൾ ചെവി കൊടുക്കണം. എന്തിനാ? നമുക്ക് സത്യമെന്ന് ഉറപ്പ് കിട്ടിയിരിക്കുന്ന, ഉറപ്പ് തന്നിരിക്കുന്ന കർത്താവിനെ കുറിച്ച് കേൾക്ക്, പഠിക്ക്, ധ്യാനിക്ക്, അനുഭവിക്ക്. ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവൻ. വേറൊരിടത്തും പോയിട്ട് കാര്യമില്ല, ഒരിടത്തും പോയിട്ട് കാര്യമില്ല. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ലൈഫ് അന്വേഷിച്ച് നടക്കുന്ന പിള്ളേരാണല്ലോ. ഇപ്പോൾ ലൈഫ് ഒരു ജീവിതത്തിനൊരു സന്തോഷമില്ല, ഒരു ജിൽ ആയിട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളുടെ പിന്നാലെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടെയാണ് കർത്താവ് പറയുന്നതിൻ്റെ പ്രസക്തി. ഐ ആം ദ ലൈഫ്, ഞാനാണ് ജീവൻ, എൻ്റെ അടുത്ത് വാ. ബാക്കിയൊക്കെ മരണത്തിലേക്ക് മാത്രമേ നിങ്ങൾ കൊണ്ടുപോവുള്ളൂ, പക്ഷേ എന്നിലെത്തുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവെ, തെളിച്ചം നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾക്ക് ശരിയായ വഴി തെളിച്ചു തരണമേ എന്ന്, ഞങ്ങൾക്ക് ശരിയായ സത്യത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള കൃപ തരണമേ എന്ന്, ശരിക്കുമുള്ള ജീവനിലേക്ക് പ്രവേശിക്കാൻ, ജീവൻ അനുഭവിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിന് ഒന്നാമത്തെ വായനയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് അവരോട് വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നിത്യജീവനെ നിങ്ങളെ അയോഗ്യരാക്കി തീർത്തത് നിങ്ങളത് തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനങ്ങൾ നിങ്ങൾ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കാത്തത്. അതിനാൽ ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിപ്പിക്കുന്നതിന് വിജാതീയർക്കൊരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ മിണ്ടാതിരിക്കരുതെന്ന് തന്നെയാണ് പറയണേ. ഒരാളൊരു സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലേക്കുള്ള വഴി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ജീവനിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് പറയാതെ ഇത് മിണ്ടാതിരിക്കണേ? നമ്മളിങ്ങനെ അത് കിട്ടിയിട്ട് മൂടി വയ്ക്കാനുള്ളവരല്ലെന്ന് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തും. ദീപം കത്തിച്ച് അത് പറയുടെ കീഴിലല്ല വയ്ക്കുന്നത്, എല്ലാവർക്കും വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അത് ദീപപീഠത്തിന്മേൽ അത്ര വയ്ക്കുക. ക്രിസ്തുവാകുന്ന വഴി, ക്രിസ്തുവാകുന്ന സത്യം, ക്രിസ്തുവാകുന്ന ജീവൻ എനിക്ക് കിട്ടിയിട്ട് ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ മടിക്കുന്നത്? നമ്മളിപ്പോഴും കോംപ്രമൈസ് ചെയ്യണത് എന്തിനാ? നമ്മളിപ്പോഴും ഇങ്ങനെ വെള്ളം കൂട്ടുന്നത് എന്തിനാ? തമ്പുരാനെ, നിന്നെ വിളിച്ചു പറയാനുള്ള ശക്തി തരണമേ എന്ന് വിശുദ്ധ അത്തനേഷ്യസിനെ കണക്ക് കരുത്താർന്ന പ്രബോധനങ്ങളുമായി കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു എന്ന വെളിച്ചത്തിന്റെ കനല് കോരിയിടാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കാൻ, ഞങ്ങളെ ബലപ്പെടുത്താൻ അങ്ങയുടെ ആശീർവാദം തരണമേ എന്ന് ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒറിജിനൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞൊരാള് പിന്നീട് ഒറിജിനൽ അല്ലാത്ത മറ്റ് കാര്യങ്ങളുടെ തിളക്കം കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? അത് തന്നെ കർത്താവ് ചോദിക്കുന്നുള്ളൂ. അത് തന്നെ വചനം നമ്മളുടെ മുൻപിൽ വെല്ലുവിളിയായിട്ട് വെക്കുന്നുള്ളൂ. ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവൻ. വിശ്വസിക്കുക, മനസ്സിലാക്കുക, തെളിച്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ
ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ